പരാതിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണോ? അതെ തീർച്ചയായിട്ടും. ഇത് ഇന്ന് സ്പെഷ്യൽ ടീമിനോട് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ടീം ഉണ്ടല്ലോ എക്സാക്ട്ലി അവരുടെ മുന്നിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഉത്തരവാദിത്വം. അത് ചെയ്തിട്ടുണ്ട്. അതെ അതെല്ലാം കഴിഞ്ഞു. അതെ 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 ലൊക്കേഷനിൽ കൊണ്ടുപോയി. അതൊരു പിഗ് ഫാം ആണ്. അതെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് കാലപ്പഴക്കം വന്നിട്ടുണ്ട്. ഫാമുണ്ട്. മാറ്റങ്ങളുണ്ട്. അതെ അതെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകും. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇവിടുത്തെ തൊടുപുഴ പോലീസ് അങ്ങോട്ട് അയച്ചിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആണ് ഒരു കൺഫർമേഷൻ വരിക. അപ്പോഴാണ് നമ്മൾ മജിസ്ട്രേറ്റിനെ കാണാൻ പോവുക. അതെ അതെ ഒരു സ്ഥലത്ത് കൃത്യമായ രീതിയിൽ അത് പോലീസിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലപ്പഴക്കം വന്നിട്ടുണ്ടെങ്കിലും ബിൽഡിങ്, പിന്നെ അവിടെ ഒരു ബദാം മരം ഉണ്ടായിരുന്നു. ആ മരം അന്ന് ചെറിയ മരമായിരുന്നു, ഇപ്പോൾ അത് അതിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അതൊരു വലിയ മരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതൊരെണ്ണം ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ എക്സാക്ട്ലി ആ ലൊക്കേഷനും നമ്മളെ ഈ ബിൽഡിങ്ങുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസും അങ്ങനെ അതെല്ലാം വെച്ചിട്ട് കൂടെ കുറേ ബിൽഡിങ്ങുകൾ അവർ പഴയ ബിൽഡിങ്ങുകൾ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഇല്ല വിറ്റ്നസ് ആയിട്ടില്ല. നമ്മുടെ അനുഭവം തന്നെയാണ്. വിറ്റ്നസ് ആരും ഉള്ളപ്പം ഒരാൾ കയറി പിടിക്കില്ലല്ലോ. അത് ഇല്ല. അത് ഒരാൾ കാണാതെ അല്ലേ ഒരാൾ വന്ന് പിടിക്കുക. അത് പബ്ലിക്കായിട്ട് ചെയ്യില്ലല്ലോ. അത് ഒച്ചയ്ക്കല്ല പറയണമെന്നുള്ളതേ ഉള്ളൂ. സ്നേഹത്തിലാണ്. പിന്നെ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്തത് ഒന്നാമത്തെ കാര്യം. ഒരു മീഡിയയ്ക്കും ഇനി മീഡിയയോട് സംസാരിക്കരുതെന്നുള്ളൊരു ഇത് ലേഡീസും വിളിക്കുന്നുണ്ട്, ജെൻസും വിളിക്കുന്നുണ്ട്. സ്നേഹത്തിലാണ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ മീഡിയ ആണല്ലോ എന്നെ സപ്പോർട്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്ക് മീഡിയ ആണ് സപ്പോർട്ടുള്ളത്. തീർച്ചയായിട്ടും മീഡിയ കണ്ടുകൊണ്ടേയിരിക്കും. അതാണ്. പിന്നെ പറഞ്ഞത്, പിന്നെ ഒരു ഓഡിയോ വന്നിരുന്നു, പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇതൊക്കെ അവരറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം പൈസയ്ക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ, ഇതൊക്കെയാണ്, മീഡിയ കാണരുത്. പിന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പുതിയ വലിയൊരു പടം ഇറങ്ങാൻ പോവാണ്, അതിനെ ബാധിക്കത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ ആണല്ലോ. വിരട്ടിയല്ല പറയണമെന്നേ ഉള്ളൂ. വിരട്ടി കഴിഞ്ഞ പോലീസ് നമ്മളെ ഇതിലെല്ലാത്തിലും, ഞാനിപ്പോൾ സ്പെഷ്യൽ ടീമിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അണ്ടറിൽ അവരുടെ ഒരു സംരക്ഷണയിൽ പോകുന്ന ഒരാളാണല്ലോ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ത്രെട്ടൻ ചെയ്ത് വലിയ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോൾ എടുക്കുകയും അത് പിന്നെ അവർക്കൊരു ഇതാവും. അതുകൊണ്ട് അങ്ങനെയല്ല, സ്നേഹത്തിൽ മറ്റു കാര്യങ്ങൾ പറയാനുള്ളതാണ്. സ്ത്രീകളുണ്ട്, ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ ഉപദേശിക്കുന്ന രീതിയിലാണ് പറയുന്നത്. സാധാരണ ആൾക്കാരാണ്. ഞാനിതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ വീട്ടുകാർ ഞാനത് ഓൾറെഡി പറഞ്ഞതാണ് സഹോദരൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് എൻ്റെ ആൺകുട്ടികളാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോരാടി എൻ്റെ ലൈഫ് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം വീട്ടുകാർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേര് പറയുന്നില്ല എന്നും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഉദ്ദേശം ഞാൻ മാത്രമല്ല, എനിക്ക് ചെറിയ കാര്യം സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ കൺമുന്നിൽ ഞാൻ 10-13 വർഷമായിട്ട് പല കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. മൊത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ പോരാട്ടം എന്നാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് എനിക്ക് പലരും പറയുന്നുണ്ടല്ലോ മീഡിയ അറ്റൻഷൻ കിട്ടണം, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ദൈവത്തെ ഓർത്ത് അത് നിങ്ങൾ അങ്ങനെ ഇതിനെ അത്രയും കൊച്ചാക്കി കാണരുത്. മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് മീഡിയ അറ്റൻഷൻ മേടിക്കേണ്ട ഒരു ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് അതല്ല എൻ്റെ വിഷയം. ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സിനിമയിലാണ് ഞാൻ കൂടുതൽ നിൽക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വൃത്തികേടുകളുണ്ട്. അതൊക്കെ പിന്നീട് ഈ കേസിന് പോകെ ഞാൻ പറയാം. അത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ പലരിൽ നിന്നും കണ്ടത് കൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ പബ്ലിക്കിന്, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് ഒരു ചാനൽ വരുമ്പോൾ ആ ചാനലിൽ അവരാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നത്. ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് വേറെ എന്തെങ്കിലും സംഭവം ചെയ്യാൻ വന്ന ഒരാളെ അല്ല. ഞാൻ ഈ കേസിൻ്റെ കാര്യമേ ആലോചിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ ഒരു സാധാരണ സ്ത്രീയെ കൺസെന്റ് ഇല്ലാതെ ഒരാൾ തൊട്ടാലോ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഒരാൾ കൊടുത്തു, സ്വന്തം തന്തയുടെ ഭാഗത്തു നിന്നായാലും അത് ഓർക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖമല്ലേ ഓർക്കും. ആ മുഖത്തിന് പകരം വേറൊരാളുടെ മുഖം എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർ ചോദിച്ചപ്പോൾ 2013 റിലീസായ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ ഒരു സൂപ്പർ താരത്തിന്റെ അടുത്ത്, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും,
സൂപ്പർ താരത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എന്നെ കയറി പിടിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ആളുകൾ അതിനെ കണ്ടെത്തി അവരാണ് ഈ പേരിലേക്ക് വന്നത്. അപ്പോഴും ഞാൻ അല്ലാന്ന് ഓരോ ചാനൽ ചോദിക്കുമ്പോഴും അല്ല, എന്താണ് എൻ്റെ വീട്ടിൽ നിന്ന് കൺസെൻ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ഓഫ് ദ റെക്കോർഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പേര് ദൈവത്തെ ഓർത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കരുത്, എനിക്ക് വീട്ടിൽ നിന്ന് കൺസെൻ്റ് ഇല്ല, അപ്പോൾ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് അത് ചോദിച്ചിട്ട് ഞാൻ അല്ല എന്ന് പറയുന്ന ഒരു സാധനം പിന്നീട് പറഞ്ഞ സാധനങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുറത്ത് വരുമ്പം ഇന്ന ആളാണോ അല്ല, അതും എനിക്കാണ് പണി വന്നത്. സോണിയ മൽഹാർ ജയസൂര്യ ആണോ എന്ന് ചോദിച്ചു, അല്ല എന്ന് പറഞ്ഞു. അപ്പോഴും കള്ളിയായത് സമൂഹത്തിന് മുമ്പിൽ ഞാനാണ്. അപ്പോൾ എനിക്കിത് പിന്നീട് ഞാൻ ഈ 2 കോടി രൂപ ഞാൻ മേടിച്ചു എന്നൊരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു 4000 രൂപയുടെ ഒരു ചെറിയ റൂമിലാണ് ഞാൻ വാടകയ്ക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണോ വന്ന് അന്വേഷിക്കാം. ഞാൻ 12 വർഷമായിട്ട് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ്. വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരേ സ്ഥലത്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് അവിടെ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം 2 കോടിയിൽ നിന്ന് പോയിട്ട് 2000 രൂപ ഞാൻ ഒരുത്തൻ്റെ അർഹതയില്ലാതെ മേടിക്കില്ല. പട്ടിണിയാണെങ്കിൽ ചോദിച്ചു മേടിക്കും, ചേട്ടാ തരുമോ, തിരിച്ച് കടം മേടിക്കും, തിരിച്ചു കൊടുക്കും. അല്ലാതെ ആരുടെയും പൈസ ഞാൻ വാങ്ങാറില്ല. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ ഇതെനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണ്. തെറ്റ് ചെയ്തതും അവരാണ്, പറയുന്നതും അവരാണ്. അപ്പം ഞാൻ എന്ത് വേണം, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത് പേര് മേ ബി വരേണ്ടി വരുമല്ലോ മജിസ്ട്രേറ്റിനെ കാണാൻ. താങ്ക് യു.